ഇതേപോലെ തന്നെ കോഴിക്കോട് ആശുപത്രി മെഡിക്കൽ കോളേജിൽ ICU പീഡന കേസിലെ അതിജീവിത ഇപ്പോഴും 1 വർഷത്തിലധികമായി നീതി തേടിയുള്ള പോരാട്ടത്തിലാണ്. ഏറ്റവും ഒടുവിൽ അവർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ദിവസം 2ാം ഘട്ട സമരം, തനിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ആരംഭിച്ചിരുന്നു. ആ സമരം ചെയ്യുന്ന ICU പീഡന കേസ് അതിജീവിത കുടഞ്ഞു വീണു എന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. രക്തസമ്മർദ്ദം കുറഞ്ഞതാണ്. കാരണം അതിജീവിതയെ കോട്ടപ്പറമ്പ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അനീഷ്, എന്താണ്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണോ ഈ അതിജീവിത കുടഞ്ഞു വീണത്? ഇന്നലെയാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ICU പീഡന കേസിലെ അതിജീവിത 2ാം ഘട്ട സമരം ആരംഭിച്ചത്. ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ്, ഡോക്ടർ പ്രീതയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അതിജീവിത സമരം ആരംഭിച്ചത്. അതായത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ്, തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ ആദ്യഘട്ട സമരം കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ആരംഭിച്ചിരുന്നു. അതിന് മുൻപ് ആശുപത്രിക്ക് മുന്നിൽ സമരം ആരംഭിച്ചിരുന്നു. പക്ഷേ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, കുറ്റക്കാരെ, പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ആരോഗ്യ വകുപ്പും നമ്മുടെ പോലീസും സ്വീകരിച്ചത്. ഈ വിഷയത്തിലാണ് അവർ പരസ്യമായി സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. ടോം നേരത്തെ തന്നെ ഈ മെഡിക്കൽ ഡോക്ടർ പ്രീതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകണമെന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. ഈ റിപ്പോർട്ട് തനിക്ക് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ എന്താണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായ സാഹചര്യം, ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തണം. താൻ പറഞ്ഞ കാര്യങ്ങൾ പലതും ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പ്രീതി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തുമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ അന്വേഷണം പൂർത്തിയായെങ്കിൽ പോലും ആ അന്വേഷണത്തിന്റെ ഫലം എന്താണ്, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണ് എന്ന കാര്യം ഇനിയും അതിജീവിതയെ അറിയിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് തനിക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അതിജീവിത സമരം നടത്തുന്നത്. ആദ്യം കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ 6 ദിവസം മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ സമരം നടത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ഉത്തരമേഖല IG വിഷയം പഠിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ പറയുകയും ചെയ്തിരുന്നു. ഈ ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം ജീവിത അവസാനിപ്പിച്ചിരുന്നു. ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ഇത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരവുമായി. ഇതിനിടയിൽ ഉത്തരമേഖല IG നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അന്ന് ജില്ലാ പ്രോസിക്യൂട്ടറുമായി ആശയവിനിമയം നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകുന്ന കാര്യം പരിഗണിക്കാൻ മെഡിക്കൽ കോളേജ് CIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് IG വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ആ നടപടികൾ ഇപ്പോഴും അനിശ്ചിതമായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഉഷ്ണതരംഗ കാലത്ത്, കടുത്ത ചൂടുള്ള സമയത്ത് സമരവുമായി കോഴിക്കോട് നഗരത്തിൽ അതിജീവിത നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി ചുട്ടുപൊള്ളുന്ന വെയിലാണ് അവർ സമരം നടത്തുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് അവർക്ക് രക്തസമ്മർദ്ദം താഴ്ന്നു പോവുകയും അവർ പെട്ടെന്ന് ബോധരഹിതയെ നിലംപതിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് കോട്ടപ്പുറം ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോവുകയും പിന്നീട് വിശദമായ പരിശോധനകൾക്ക് ശേഷം ബീച്ച് ആശുപത്രിയിലേക്ക് നീക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെങ്കിലും പങ്കെടുക്കാൻ വേണ്ടിയാണ് നിർജ്ജലീകരണത്തിന്റെ തോത് വലിയ തോതിലുണ്ട് എന്നും ഡോക്ടർമാർ പറഞ്ഞതായാണ് സമരസമിതി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുകയായിരുന്ന ICU പീഡന കേസിലെ അതിജീവിതയാണ് കുടഞ്ഞു വീണത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.